അമ്മയുടെ സ്കാൻ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഫ്ലൂയിഡ് കൂടുതലാണ് എന്ന് പറയാറുണ്ട്. അതായത് കുട്ടിക്ക് ചുറ്റും കിടക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടോ എന്നുള്ളതാണ്. അതും അൺകൺട്രോൾഡ് ഡയബറ്റിസ്, അതായത് പ്രോപ്പർലി കൺട്രോൾഡ് അല്ലാത്ത ഡയബറ്റിസ് ഉള്ള അമ്മമാരിൽ നിന്നും കുട്ടിയിലേക്ക് പോകുന്ന ബ്ലഡിലും ഷുഗറിൻ്റെ അളവ് കൂടുതലായിരിക്കും. അത് കാരണം കുട്ടിക്ക് കിട്ടുന്ന ഷുഗറിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ കുട്ടി കൂടുതലായിട്ട് മൂത്രം ഒഴിക്കാനും, നോർമലി നമ്മളൊരു ഷുഗർ കൂടുതലുള്ള ഒരാൾക്ക് എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നത് പോലെ കുട്ടി കൂടുതലായിട്ട് മൂത്രം ഒഴിക്കാനും അങ്ങനെ കുട്ടിക്ക് ചുറ്റുമുള്ള വെള്ളം കൂടുതലാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആദ്യം പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് പറയുന്നത് കുട്ടിയുടെ സൈസ് കൂടുതലാണെങ്കിൽ ബോഡി സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് കൂടുതലായിട്ട് ചുറ്റും ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ കോമൺ ഇഡിയോപ്പതിക് പോളിഹൈഡ്രാമിനോസ്, അതായത് കാരണം എന്താണ് എന്നറിയാത്ത രീതിയിൽ ചില കുട്ടികൾക്ക് ചിലപ്പോൾ വെള്ളം കൂടുതൽ, കുട്ടികളുടെ ഇതിന് ചുറ്റും വെള്ളം കൂടുതൽ കാണാറുണ്ട്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, അതായത് ഈ ചുറ്റും കിടക്കുന്ന വെള്ളം കുട്ടി ഉള്ളിലേക്ക് എടുക്കുകയും അത് തന്നെ തിരിച്ച് മൂത്രമായിട്ട് വന്ന് റീസൈക്കിൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുട്ടി ഉള്ളിലേക്ക് എടുക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് കുട്ടിക്ക് മുച്ചുണ്ട്, ക്ലെഫ് ലിപ്പ്, ക്ലെഫ് പാലറ്റ്, അല്ലെങ്കിൽ ഡ്യോഡിനൽ അട്രീസിയ, അതായത് കുടൽ ചുരുക്കം പോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനൽ അട്രീസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുട്ടിക്ക് ഇത് വിഴുങ്ങാൻ പറ്റാതെ വരികയും അത് കാരണം ചുറ്റുമുള്ള ഫ്ലൂയിഡ് കൂടുതലായിരിക്കുകയും ചെയ്യാം. പക്ഷേ കോമൺ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എപ്പോഴും കാണുന്നത് ഡയബറ്റിസും ഇഡിയോപ്പതിക് പോളിഹൈഡ്രാമിനോസും ആണ്. അതായത് കാരണം എന്താണെന്ന് അറിയാത്ത രീതിയിലുള്ള പോളിഹൈഡ്രാമിനോസ്. പിന്നെ വളരെ റയർലി എന്തെങ്കിലും ജനറ്റിക് ഇഷ്യൂസ് അല്ലെങ്കിൽ മെറ്റബോളിക് ഇഷ്യൂസ് ഉള്ള കുട്ടികളുടെ ചുറ്റും വെള്ളം കൂടുതലായിരിക്കും.